നേപ്പാളിലൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കേട്ടോ, നേപ്പാളി കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ പോളിയേട്ടൻ. അപ്പോൾ നമ്മുടെ ഇത് നേപ്പാളിലെ ബാങ്ക് അക്കൗണ്ട് കേട്ടോ. നമ്മുടെ കാർഡിൻ്റെ ഒക്കെ പുറകിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് നേപ്പാളിലും ഭൂട്ടാനിലും മിക്കവാറും നമ്മുടെ കാർഡൊന്നും വർക്കാവില്ല. അപ്പോൾ അങ്ങനെ വർക്കാവാത്ത കാർഡാണെങ്കിൽ നമുക്ക് പൈസ മാറാൻ പറ്റില്ല. അപ്പോൾ അതിന് വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറുന്ന കാർഡിൽ തന്നെ നമുക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ ATM നിന്ന് മാറുമ്പോൾ 500-800 പോകും. പ്രധാനപ്പെട്ടൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേപ്പാളിൽ ബാങ്ക് അക്കൗണ്ടുള്ള ആരെങ്കിലും സമീപിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവർ ഈസി ആയിട്ട് നടത്തി തരും. അപ്പോൾ മലയാളികൾക്കൊക്കെ അറിയാം നേപ്പാളിൽ വന്നു കഴിയുമ്പോൾ കറൻസിയുടെ പ്രശ്നമൊക്കെ ഉള്ളത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ നേപ്പാളിലെ ബാങ്ക് അക്കൗണ്ടുകൾ. അപ്പോൾ നമുക്ക് ഒരു ട്രാൻസാക്ഷന് നമ്മുടെ ഇന്ത്യൻ പൈസ 10,000 രൂപ മാറാവുള്ളൂ. പക്ഷെ മാറിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപ കമ്മീഷൻ പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് വിളിച്ചാൽ മതി, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം.